ഞാൻ പേർ ചൊല്ലി വിളിച്ച യഹോവ ഇസ്രായേലിന്റെ ദൈവമാകുന്നു. സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ ആ വാക്യം ഇങ്ങനെ വായിക്കുന്നു: നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും. ഇപ്പൊ ഇരുട്ടിനകത്തിരിക്കുന്ന ചില നിക്ഷേപങ്ങൾ, സ്തോത്രം, കോരശിനെ തൻ്റെ ചില വെളിപ്പെടുത്തലിനായി ദൈവം വിളിക്കുമ്പോൾ, ഒന്നാമത്തെ വാക്യം മുതൽ നമ്മൾ പഠിക്കുമ്പോൾ ദൈവം തൻ്റെ സഭയ്ക്ക് വേണ്ടി കോരശിനെ വിളിക്കുന്നതാണ്. അപ്പോ സഭയ്ക്കകത്ത് ഒരു അനുഗ്രഹം വെളിപ്പെടുവാൻ, സ്തോത്രം, ചില വാഴ്ത്തത്വങ്ങൾ വെളിപ്പെടുവാൻ ആ കാലത്ത് കോരശിനെ കർത്താവ് എണീപ്പിക്കുക. സ്തോത്രം. ഏത് സമയം നമ്മൾ പഠിച്ചാലും ദൈവസഭയ്ക്ക് വേണ്ടി കാലാകാലങ്ങളിൽ ചിലരെ ദൈവം എണീപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, ഇരുട്ടിനകത്ത് നാളുകളായിരിക്കുന്ന ചില നിധികൾ, സ്തോത്രം, ആരുടെ കണ്ണിലും തെളിയാതെ, ആരുടെ പ്രാർത്ഥന മുറിയിലും തെളിഞ്ഞു വരാൻ കഴിയാതെ മറവിടത്തിലിരിക്കുന്ന ചില ഗുപ്തനിധികൾ ഇന്ന് പകലിൽ നിന്റെ കൈകൊണ്ട് അത് എടുക്കുവാൻ കോരശേ ഞാൻ നിന്നെ വിളിക്കുകയാ. സ്തോത്രം. അവനെ പേര് ചൊല്ലി വിളിക്കുക. ഇന്ന് പകലിൽ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും. അപ്പം മറവിടത്തിൽ മറഞ്ഞിരിക്കുന്ന, നിന്റെ കണ്ണിലും നിന്റെ പ്രാർത്ഥനാ മുറിയിലും അഭിഷേകത്തിനെ നിങ്ങളുടെ ആമേൻ സ്തോത്രം കാത്തിരിപ്പിനൊന്നും വെളിപ്പെടാത്ത ഒന്ന് സ്വർഗത്തിലെ ദൈവത്തിന് വെളിപ്പെട്ടിരിക്കുക. അതുകൊണ്ട് കോരശിനെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. സ്തോത്രം. വിളിച്ചിറക്കുന്ന ദൈവജനത്തിന് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽ ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് ഇറങ്ങി വന്നിരിക്കുന്ന ദൈവ സാന്നിധ്യം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 45-ാമത്തെ അധ്യായം നമ്മൾ ശരിക്കും പഠിക്കുമ്പോൾ അതിനകത്ത് ഓരോ വാക്കുകളും വളരെ അനുഗ്രഹിക്കപ്പെട്ട ആഴമേറിയ വാക്കുകളാണ്. 1 മുതൽ 5 വരെ വായിക്കുമ്പോൾ ആമേൻ 5-ാം വാക്യം മുതൽ നമ്മളങ്ങോട്ട് വായിച്ച് 20-ാമത്തെ വാക്യങ്ങൾ വരുമ്പോഴും അവിടെയും ദൈവം ചിലത് യാക്കോബിൽ കൂടെ ചെയ്ത് അവൻ മുമ്പിലോട്ട് പോകുന്നത് കാണാൻ കഴിയും. എന്നാൽ 20 മുതൽ നമ്മൾ അങ്ങോട്ട് വായിക്കുമ്പോൾ വിഗ്രഹങ്ങളെ ആമേൻ സ്തോത്രം നമസ്കരിക്കുന്ന ചില വ്യക്തികളെ അതിനകത്തുനിന്ന് മാറ്റുന്ന ഒരു ദൈവം. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവകുഞ്ഞെ ഇരുട്ടിലിരിക്കുന്ന ചില നിധികളെ ഈ തലമുറയിൽ ഞാൻ വെളിപ്പെടുത്തുമെന്ന് സ്വർഗത്തിലെ ദൈവം ആലോചന പറയുക. സ്തോത്രം. ഈ പ്രഭാതം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ആമേൻ ഒരു പകലായിരിക്കട്ടെ. സ്തോത്രം. ആമേൻ. ഇനി എന്തെല്ലാം പ്രയാസങ്ങൾ ജീവിതത്തിന്റെ മേഖലയിൽ ശത്രു ഉന്നയിച്ച് അവന്റെ സകല പദ്ധതികളും കൊണ്ടുവന്നാലും പ്രവാചകൻ പറയുന്നു, ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും ഞാൻ നിനക്ക് തരുമെന്ന് സ്വർഗത്തിലെ ദൈവം ആമേൻ യെശയ്യാപ്രവാചകൻ മുഖാന്തരം കോരശിൽ കൂടെ ദൈവം കൊടുക്കുന്ന ദൂതുകൾ ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. എവിടെയെങ്കിലും ഏതെങ്കിലും ആമേൻ സ്തോത്രം ഭാഗത്തൊരു പ്രവാചകനെയോ പ്രവാചകിയോ എണീറ്റിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ കൈവയ്പാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഈ പകലിൽ ദൈവം നമ്മോട് സംസാരിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, നല്ല പകൽ വേളയ്ക്കായി സ്തോത്രം. ദൈവം ജനത്തെ അനുഗ്രഹിക്കണം, അത്ഭുതങ്ങളിലേക്ക് നടത്തണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ